കോട്ടയം ജില്ലയിലെ ആദ്യ ജനകീയ ചുണ്ടൻ വള്ളമായ ആർപ്പുക്കര ചുണ്ടന്റെ നിർമ്മാണം പൂർത്തിയായി. സ്വന്തമായി ഒരു ചുണ്ടൻ വള്ളം എന്ന ആർപ്പുക്കര ഗ്രാമനിവാസികളുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. നാട് ഒത്തുചേർന്ന് നടത്തിയ ജനകീയ മുന്നേറ്റത്തിലാണ് കോട്ടയത്തെ ആദ്യ ജനകീയ ചുണ്ടൻ വള്ളം യാഥാർത്ഥ്യമായത്. മധ്യ കേരളത്തിൽ നിന്ന് ആദ്യമായാണ് ബഹുജന പങ്കാളിത്തത്തിൽ ഒരു ചുണ്ടൻ വള്ളം ജലോത്സവ ലോകത്തേക്ക് എത്തുന്നത്. 500-ലേറെ കുടുംബങ്ങൾക്ക് ആർപ്പുക്കര ചുണ്ടനിൽ ഷെയറുണ്ട്. 65 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. എടത്വ കോയിൽമുക്ക് സാബു നാരായണൻ ആചാരി മുഖ്യശില്പിയായി കഴിഞ്ഞ സെപ്റ്റംബറിൽ വള്ളം നിർമ്മാണം ആരംഭിച്ചു. വള്ളത്തിന് 128 അടി നീളമുണ്ട്. മത്സരത്തിൽ 83 തുഴച്ചിൽക്കാരും 5 അമരക്കാരും 7 താളക്കാരും ഉൾപ്പെടെ 95 പേർ ചുണ്ടനിൽ ഉണ്ടാകും. ഓഗസ്റ്റ് 2-ന് നീരണിയുന്ന ആർപ്പുക്കര ചുണ്ടൻ ഈ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ മാറ്റുരയ്ക്കും. ആർപ്പുക്കരയിൽ വള്ളം നിർമ്മിക്കുന്ന മാലിപ്പുരയ്ക്ക് സമീപം രാവിലെ 11-ന് നടക്കുന്ന ചടങ്ങിന് ശേഷമാണ് നീരണിയൽ. 11-ന് വള്ളം നിർമ്മാണ സമിതിയുടെ മുഖ്യ രക്ഷാധികാരി VN വാസവൻ, ഫ്രാൻസിസ് ജോർജ് MP, നാട്ടകം സുരേഷ് MLA, ആർപ്പുക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് പഞ്ഞിക്കാരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജിം അലക്സ് എന്നിവർ ഭദ്രദീപം തെളിക്കും. നാടിന്റെ ഉത്സവമാകുന്ന നീരണിയൽ ചടങ്ങിൽ 3000-ലധികം ജലോത്സവ പ്രേമികളെ പ്രതീക്ഷിക്കുന്നതായി മുൻ മന്ത്രി VN വാസവൻ, ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി, പ്രസിഡന്റ് ബിജു വെട്ടൂർ, നിർവാഹക സമിതി അംഗം ബൈജു മാതിരമ്പുഴ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇവരെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു നാടിൻ്റെ ഏറ്റവും വലിയ ജനകീയ വികാരം ഒരുമയുടെ രൂപത്തിലേക്ക് എത്തി അതിൻ്റെ പൂർണ്ണത കൈവരിക്കുന്ന അപൂർവ നിമിഷമാണ് ഓഗസ്റ്റ് 2 ഞായറാഴ്ച ഉച്ചയ്ക്ക് കഴിഞ്ഞതിന് ഉച്ചയ്ക്കിലെ 12:05 ആ സമയമാണ് നീരണിയും. ഇത് പെണ്ണാർതോട്ടിലേക്ക് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്വീകരണം ഉണ്ടാകും. ആ സ്വീകരണത്തിൻ്റെ ഉള്ളടക്കമെല്ലാം അവർ തമ്മിലുള്ള കുറിപ്പിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരെ പ്രത്യേകമായി തുഴച്ചിക്കാർ ഏറ്റെടുക്കുന്നവരെ ഷെയറുകാരാണ് പറഞ്ഞ് ആ ജംഗ്ഷനിൽ എത്തിച്ചു കൊടുത്ത് ഈ 2-ാം തീയതി 12 മണി എന്ന കാര്യം ശ്രദ്ധേയമായി സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ചടങ്ങ് ഏറ്റവും പ്രൗഢഗംഭീരമാക്കി മാറ്റുന്നതിനും ജനങ്ങളിലേക്ക് ഇതിൻ്റെ സന്ദേശം എത്തിക്കാനും ഒപ്പം തിരുവിതാംകൂറിൽ ആദ്യം തുടങ്ങുന്ന ഏറ്റവും ശ്രദ്ധേയമായ മത്സര വള്ളംകളിയാണ് നെഹ്റു ട്രോഫി. ആ നെഹ്റു ട്രോഫിയിൽ ആദ്യം തന്നെ മത്സരിക്കാൻ ഈ ചുണ്ടൻ വള്ളത്തിന് അവസരമുണ്ടാകുന്നത് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വന്നതെല്ലാം ഏറെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഈ ജലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് വരുന്ന എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാനും ആർപ്പുക്കരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആശയം അർത്ഥപൂർണമാകുന്ന ഈ ധന്യ നിമിഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും സഹായവും സഹകരണവും സാന്നിധ്യവും പങ്കാളിത്തവും ഉണ്ടാകണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക. മുഖ്യ ശില്പി സാബു നാരായണൻ ആചാര്യയെ പൊന്നാട അണിയിച്ച് ആദരിച്ച് ഉപഹാരം സമർപ്പിക്കും. സഹശില്പികൾ മരം വെട്ടിയ രാജേഷ് നടുത്തൊട്ടിയും സംഘവും, വള്ളം നിർമ്മിച്ച മാലിപ്പുരയുടെ സ്ഥല ഉടമ സുഭാഷ് മംഗലശ്ശേരി, തടി നൽകിയ ജോൺ കോയിക്കൽ എന്നിവരെയും ആദരിക്കും. ഉച്ചയ്ക്ക് 12-ന് ശേഷം ചുണ്ടൻ വള്ളം നീരണിയും. വള്ളത്തിന്റെ ഷെയർ ഉടമകൾ വള്ളം തുഴഞ്ഞ് പെണ്ണാർതോട്ടിലൂടെ ജലഘോഷയാത്രയായി മണിയാപറമ്പിലേക്ക് നീങ്ങും. 2:30-ന് മണിയാപറമ്പ് ചതുർവേണി സംഗമത്തിൽ ചുണ്ടന് വരവേൽപ്പ് നൽകും. തുടർന്ന് നെഹ്റു ട്രോഫിയിൽ ആർപ്പുക്കര ചുണ്ടൻ തുഴയുന്ന കുമരകം ഇമ്മാനുവൽ ബോട്ട് ക്ലബിന്റെ പ്രദർശന തുഴച്ചിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം.